നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വ്യക്തിയോട് അഡിക്റ്റ് ആയിട്ടുണ്ടോ? അതായത് നമ്മുടെ മൂഡും ഇമോഷൻസും ഫീലിംഗ്സും ഒക്കെ അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചിരിക്കും. ഇതിനെയാണ് ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരാളോട് കൂടുതലായി ഡീപ്ലി അറ്റാച്ച്ഡ് ആവുമ്പോൾ അവരുടെ ഓരോ മെസ്സേജും കോളുകളും അറ്റൻഷനുമെല്ലാം നമ്മുടെ ബ്രെയിൻ ഒരു പ്രൈസ് ആയിട്ട് കാണാൻ തുടങ്ങും. അത് മെല്ലെ നിങ്ങളെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടെത്തിക്കും. അവരുടെ സ്വഭാവത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അത് നിങ്ങൾക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കും. അതായത് നെഞ്ചിന്റെ അകത്ത് ഒരു തീ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ ഇരിക്കും. അതിന് കാരണം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. നമ്മുടെ ഇമോഷണൽ പെയിനെ കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ പെയിൻ ആക്കി മാറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു റിമോട്ട് കൺട്രോൾ പോലെയാണ്. നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങളോട് ആ ഒരു വ്യക്തി ഒരു ദിവസം റോങ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം മുഴുവനും ഡൗൺ ആയിരിക്കും. ഒരുപക്ഷെ ആ ഒരു ദിവസം മാത്രമായിരിക്കില്ല, പിന്നീടുള്ള നിങ്ങളുടെ ദിവസങ്ങളിലും നിങ്ങൾ അതേപോലെ തന്നെയായിരിക്കും. അറ്റാച്ച്മെന്റ് ഒക്കെ നല്ലതാണ്, പക്ഷെ അതൊരിക്കലും നമ്മുടെ സെൽഫിനെ വിട്ട് കളഞ്ഞിട്ടാവരുത്. എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ലൈഫിനും നമ്മുടെ മെന്റൽ ഹെൽത്തിനും മാത്രം കൊടുക്കുക. കാരണം